ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഇവർ മുൻപ് എപ്പോഴോ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ സ്വയം വളരെ ഹോട്ടാണ്, വളരെ സെക്സിയാണ് എന്നതടക്കം വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ സിനിമകളുടെ സംവിധായകരെയോ അതിന്റെ പ്രൊഡ്യൂസേഴ്സിനെയോ അതിന് സർട്ടിഫിക്കേഷൻ നൽകിയ സംവിധാനത്തെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പകരം ഈ ഒരൊറ്റ നായികയെ, ഈ ഒരൊറ്റ നടിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പരാതി അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നു ഈ അമ്മ തിരഞ്ഞെടുപ്പുമായി നേരിട്ടൊരു ബന്ധവും ഇല്ല, സിനിമാ സംഘടനയുടെ അധ്യക്ഷയാവാനുള്ള ശ്രമത്തിന് ഒരു ബന്ധവുമില്ല, കാരണം ഞാൻ മാർച്ച് 1 തന്നെ ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഡിഫൻസ് എന്ന് പറയുന്നത് ഈ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ശ്വേതാ മേനോന്റെ പക്ഷം എന്ന് പറയുന്നത് അങ്ങനെ താനൊരു പദവിയിലേക്ക് വരുന്നതിനെതിരെ ഉണ്ടാകുന്ന ഒരു ഗൂഢാലോചന ഇതിലുണ്ട് എന്നുള്ളതാണ് അവർ സംശയിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അത്ര വിരുദ്ധതയുണ്ടാകുന്നത്? ഇപ്പോൾ അവരെ തന്നെ തേടിച്ചെന്ന് അവരുടെ തന്നെ കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടാവുന്ന പരമാവധി ലിങ്കുകൾ എടുത്ത് ഏതൊക്കെ വീഡിയോകളുണ്ട് എന്ന് നോക്കി, അങ്ങനെ വ്യക്തിവിരോധമൊന്നുമില്ല ഇയാൾക്ക്. ശ്വേതാ മേനോനെ അറിയുന്നത് നമ്മളെയൊക്കെ പോലെ, അങ്ങേക്കല്ല, സാധാരണക്കാരെ എല്ലാവരെയും പോലെ ഒരു നടി എന്ന നിലയ്ക്കാണ്. പക്ഷെ അവരെ മാത്രം കോർണർ ചെയ്യാൻ, അവരെ മാത്രം ഉപദ്രവിക്കാൻ ഒരാൾ അങ്ങനെ അങ്ങ് ഇറങ്ങി പുറപ്പെടുമോ? മാധു, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഇൻറ്റൻഷനലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മൾ കരിയാഹാരം കഴിക്കുന്നവരല്ലേ. ഈ പറയുന്ന ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഹിസ്റ്ററി മുഴുവൻ നമ്മളൊന്ന് ഡിഗ് ചെയ്താൽ, ശ്രീ രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞതുപോലെ ഡിഗ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ വിഷയം, ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ പോകുന്നു, അതൊരു വസ്തുതയാണ്. അതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു അജണ്ട, ഗൂഢ അജണ്ട നടക്കുന്നുണ്ടോ? ആ അജണ്ടയുടെ ഒരു ടൂളാണോ ഈ പറയുന്ന മാർട്ടിൻ മേനാച്ചേരി എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇയാൾ ഈ കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആശയും രാഹുലൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. ഇയാൾ പറയുന്നത് 2 കൊച്ചു കുട്ടികൾ ഈ പോൺ സൈറ്റ് കാണുകയും അവരതിൽ ആകർഷകമായി കണ്ട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കട്ടെ. ഇത് ഇന്നലെ ആരും ആ ചർച്ച അത്രമായിട്ട് കൊണ്ടുപോയില്ല. ഞാനത് വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അപ്പോൾ ഒരു ഫീൽഡ് ഓഫ് എൻ ആക്റ്റാണ്. പോക്സോ കേസെടുത്ത് ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ സത്യം പറഞ്ഞാൽ നല്ലൊരു അന്വേഷണം വന്നാൽ ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്ന ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. തീർച്ചയായിട്ടും അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇത്തരം ആളുകൾ സമൂഹ നന്മയ്ക്കുള്ളവരല്ല, സമൂഹത്തിൽ ഏറ്റവും വലിയ വേസ്റ്റുകളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരായിട്ട് ഇയാൾ കൊടുത്തിരിക്കുന്ന കംപ്ലയിൻറ്റ് പോലും ഇമ്മോറൽ ട്രാഫിക് സെക്ഷൻ വരെ ഇട്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സണ്ണി ലിയോനെതിരായിട്ട് ഇയാൾ എന്താ കൊടുക്കാത്ത? അവർ പോൺ സ്റ്റാർ അല്ലായിരുന്നു, അവർ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ, അവർ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഇപ്പോൾ ശ്വേതാ മേനോനെ മാത്രം തിരഞ്ഞു പിടിച്ച് അവർക്കെതിരായിട്ട് പരാതി കൊടുക്കണമെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു, അവർ വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ശ്വേതാ മേനോനെ ടാർണിഷ് ചെയ്യുക എന്നുള്ളൊരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. ശ്വേത എനിക്ക് തോന്നുന്നു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. കാര്യം ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാവോ അത്രമാത്രം അപമാനിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്മോറൽ ട്രാഫിക് ഉൾപ്പെടെ അവർ ബ്രോതൽ ഹൗസ് നടത്തുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കും അല്ലാത്തവർക്കും എല്ലാം ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ആരാണോ അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കയറുക തന്നെ വേണം. ഇല്ല എങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഞാൻ വളരെ അത്ഭുതപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല. ശരി, അങ്ങ് പൂർത്തിയാക്കോ. ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ്, അതായത് വസ്തുതപരമായിട്ടൊരു കാര്യം നോക്കാതെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കാര്യം വിട്ടതെന്നുള്ളൊരു പൊതുവേ ഒരു ജനസംഭവമാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും അത് സംഭവം, അതുകൊണ്ടാണ് അത് സ്ക്വാഷ് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ആശയൊക്കെ പറയുന്നത് പോലെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നുകൂടി പഠിച്ച ശേഷം വേണം ഒരു തീരുമാനം ഉണ്ടാക്കാനാണ്. ആ ഒരു വിധി സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ കോടതിയുടെ വിധിയെ എതിർത്ത് സംസാരിക്കുകയല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഫൈറ്റിങ്സ് ഉണ്ടാവാം. പക്ഷേ ഇത്തരം ആളുകൾ, ഇത്തരം കംപ്ലൈനൻറ്റ്, ഇതുപോലുള്ള ആളുകളെ ശരിക്കും പഠിക്കുക തന്നെ വേണം. അവർ കൊണ്ടുവരുന്ന ഒരു മാറ്റർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ
ഇതുപോലൊരു വിഷയം വരില്ലായിരുന്നു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്.